ഹായ് ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് 27/2024. അതാണ് കാറ്റഗറി നമ്പർ. അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ കൃത്യമായി എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് കൃത്യമായി നോക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ഓപ്ഷൻ സി താന്തിയ തോപ്പിയാണ് കേട്ടോ, താന്തിയ തോപ്പി. രണ്ടാമത്തെ ചോദ്യം: പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? പട്ടണം. ഓപ്ഷൻ ഡി പട്ടണം കേട്ടോ. മൂന്നാമത്തത്: ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. നാലാമത്തെ ചോദ്യം: ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ജനീവ. ഓപ്ഷൻ എ ജനീവയാണ്. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ തന്നിരിക്കുന്നു: നിസ്സഹകരണ പ്രസ്ഥാനം, ചമ്പാരൻ, അതേപോലെ ഖേദ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ശരിയായ ക്രമം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ചമ്പാരൻ ആദ്യം, അതേപോലെ ഖേദ സത്യാഗ്രഹം രണ്ടാമത്, നിസ്സഹകരണ സമരം അത് അടുത്തത്, ലാസ്റ്റ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇങ്ങനെ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം: 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏഴാമത്തെ ചോദ്യം: ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി, മൂന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യമാണ്: തിരമാലകൾ എന്നാൽ എന്താണ്? സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹം കേട്ടോ. ഉപരിതലത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹം. ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ. രണ്ടാമത്താണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യമാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഇതിൽ പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കുറവാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടൽ പതിക്കുന്ന നദികളിൽ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നു പോയ സമതലങ്ങൾ ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. അത് രണ്ടും എന്താണ്? ശരിയാണ്. അപ്പോൾ തെറ്റായ സൂചന കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്, തെറ്റാണ്. എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. പത്താമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്താണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് പുക താഴ്വര, അതേപോലെ മണികരൻ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. ഏതാണ്? ഓപ്ഷൻ സി മിഷോങ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 13ാമത്തെ ചോദ്യം: ആഗോളവൽക്കരണത്തിന് പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് ഏത്? പുറംപണിക്കരാർ കേട്ടോ. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണിക്കരാർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 14ാമത്തത്: GST നിലവിൽ വന്നത് നമുക്കറിയാം 2017 ജൂലൈയിലാണെന്നറിയാം അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം: ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇവ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഇതെല്ലാം യോജിക്കുന്നതാണ്, യോജിക്കാത്തതൊന്നുമല്ല കേട്ടോ. യോജിക്കാത്ത പ്രസ്താവന വെച്ചേക്കുന്നത് ഇതെല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ ഡി ആണ് ആൻസർ. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരിയായത് കേട്ടോ. 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ന്യൂ എക്കണോമിക് പോളിസി 1991. ഇതിൽ ഓപ്ഷൻ സി ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ, സ്ട്രക്ചറൽ റിഫോംസ്, ഹ്രസ്വകാല നടപടികളാണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ, ഹ്രസ്വകാല നടപടികളാണ്. ഇതാണ് യോജിക്കാത്ത പ്രസ്താവന കേട്ടോ. ആ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി നിങ്ങളൊന്ന് വായിച്ച് ആൻസറാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ. 17ാമത്തെ ചോദ്യം: നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്?
ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 18ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ്? 2014 ഓഗസ്റ്റ് 28 കേട്ടോ. അപ്പോൾ 28 ഓഗസ്റ്റ് 2014. ഓപ്ഷൻ എ ആണ് ആൻസർ. 19ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ് കേട്ടോ. ബാക്കി രണ്ടും എന്താണ്? 3ഉം 4ഉം ശരിയാണ് കേട്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 20ാമത്തെ ചോദ്യം, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 248 കേട്ടോ. ആർട്ടിക്കിൾ 248 ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? സംസ്ഥാനങ്ങൾക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് 1ഉം 2ഉമാണ് കേട്ടോ ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്, ബാക്കി തെറ്റാണ്. 22ാമത്തെ ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവരാണ്? ട്രേഡ് യൂണിയൻ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരുന്നത്? താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 3ഉം 4ഉമാണ് കേട്ടോ ശരി. 3ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകളെ. ഓപ്ഷൻ സി ആണ് ആൻസർ. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. എയും ബിയും ശരിയാണ്. 25ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കേട്ടോ. 1998 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. തെറ്റാണ്. ശരിയായത് ഏതാണ്? 2ഉം 3ഉം മാത്രമേ കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിൽ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥക്കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നതിന് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 കേട്ടോ. ആർട്ടിക്കിൾ 358 ആണ്. 27ാമത്തെ ചോദ്യം, നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി കേട്ടോ. ഓപ്ഷൻ ബി മനോജ് സോണിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 29ാമത്തെ ചോദ്യം, കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ഫെബ്രുവരി 19 കേട്ടോ. ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം ഫെബ്രുവരി 19. 30ാമത്തെ ചോദ്യം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28ാം നമ്പർ ആക്ട് കേട്ടോ. 2008 28ാം നമ്പർ ആക്ടാണ്. 31ാമത്തെ ചോദ്യം, കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതി. ഓപ്ഷൻ ബി ഹൈക്കോടതിക്കാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 31ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ഡോപ്പമിൻ. ഏതാണ്? ഡോപ്പമിൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. 33ാമത്തെ ചോദ്യം, വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഏതാണ്? നമുക്കറിയാം, സിറോഫ്താൽമിയ. ഏതാണ്? ഓപ്ഷൻ സി സിറോഫ്താൽമിയയാണ് കേട്ടോ. സിറോഫ്താൽമിയ. 34ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത് ആണ് ചോദ്യം. ഇതിൽ മൂന്നാമത്തത് വാസോപ്രസിൻ പുരുഷന്മാരിൽ
വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. അതേപോലെ തന്നെ നാലാമത്തത് ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഇതിൽ ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് അതാണ് കേട്ടോ. 3ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാട്ടോ. 35ാമത്തെ ചോദ്യം, RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് തൈമിൻ കേട്ടോ. ഓപ്ഷൻ ബി തൈമിൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശുസൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതന ആലപ്പുഴ കേട്ടോ. ചെറുതന ആലപ്പുഴ. ഓപ്ഷൻ എ ആണ് ആൻസർ. 37ാമത്തെ ചോദ്യമാണ്, 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡ്രൂ വെയ്സ്മാൻ കേട്ടോ. ഓപ്ഷൻ ഡി ഡ്രൂ വെയ്സ്മാൻ ആണ്. 38ാമത്തെ ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? റേഡിയോ തരംഗം. ഓപ്ഷൻ ബി റേഡിയോ തരംഗമാണ്. 39ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. 39 ക്യാൻസൽ ചെയ്താണ്. 40ാമത്തെ ചോദ്യം ഫിസിക്സിലെ തന്നെ കുറച്ച് ചെയ്യാനുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അത് കുറച്ച് സ്റ്റെപ്സ് ചെയ്യാനുള്ള ചോദ്യമാണ്. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയായിരിക്കുമെന്നാണ് അവിടെ ചോദ്യം. ഞാൻ ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. 11.2 km/s ആണ് കേട്ടോ. 11.2 km/s അതാണ് ആൻസർ കേട്ടോ. 42 ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷ മർദ്ദം 1 atm. സാന്ദ്രത 10³ kg/m³. തന്നിട്ടുണ്ട്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 atm കേട്ടോ. 42ാമത്തെ ചോദ്യം, മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണെന്നാണ്? 7.4 ആണ് കേട്ടോ. 7.4 ആണേ. 43ാമത്തെ ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? നിക്കൽ കേട്ടോ. നിക്കലാണേ. 44 വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഉദാഹരണമാണ്? ഏതാണ്? ബോയിൽസ് ലോ കേട്ടോ. ബോയിൽസ് നിയമമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 45ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഓപ്ഷൻ ഡി ഹീലിയം. 46ാമത്തെ ചോദ്യം, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കൂടിയാട്ടം. ഏതാണ്? കൂടിയാട്ടം. 47ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ഓപ്ഷൻ ബി ഫുട്ബോൾ. 48ാമത്തെ ചോദ്യം, ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? കുമാരനാശാൻ. ആരാണ്? കുമാരനാശാനാണ്. 49ാമത്തെ ചോദ്യം, മറ്റു ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ ആരുടെ വാക്കുകൾ? ആരുടെയാണ്? വള്ളത്തോൾ. ആരുടെയാണ്? വള്ളത്തോൾ. 50ാമത്തെ ചോദ്യം, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? H9N2. ഏതാണ്? H9N2 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.